ക്രിസ്തുയേശുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. തുടർച്ചയായി പ്രകാരമുള്ള ക്രൈസ്തവ മതത്തിലെ അനാചാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ചെയ്ത വീഡിയോയിൽ അത് പറഞ്ഞു നിർത്തിയത് പത്രോസിന്റെ സിംഹാസനത്തിലാണ് മാർപ്പാപ്പ അധികാരത്തിലിരിക്കുന്നതെന്നും പത്രോസിനാണ് ഈ സിംഹാസനത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം പത്രോസാണ് എന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. അത് എന്തുമാത്രം അതിന് വേദാധാരമുണ്ട്, എന്തുമാത്രം വിശ്വസനീയമായ ഒരു സത്യമാണ് എന്നുള്ളത് പരിശോധിക്കാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രിയമുള്ളവരെ, തീർച്ചയായും ഇന്ന് ആദ്യമേ ആ ഭാഗത്തേക്ക് തന്നെയാണ് ഞാൻ കടക്കുന്നത്. എന്താണ് പത്രോസ്? നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നാം നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, താൻ ആരാണെന്ന് ആണ് ലോകം പറയുന്നത്? ഇപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, അവർ പലതും പറയുന്നുണ്ട്. നീ ഏലിയാവാണ്, നീ അങ്ങനെ പ്രവാചകനാണ്, എല്ലാം പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്തു ചോദിച്ചു, എന്നാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ പത്രോസാണ് ഏറ്റവും മുൻപേ പറയുന്നത്. എന്ന് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ആദ്യമേ ഏറ്റു പറയുന്നത് പത്രോസാണ്. അപ്പോൾ ക്രിസ്തു പറയുക, 16-ാം അധ്യായത്തിന്റെ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇതാണ് ഇന്ന് ക്രൈസ്തവ സമൂഹം. പത്രോസാകുന്ന പാറമേലാണ് ക്രിസ്തു തന്റെ സഭയെ പണിതിരിക്കുന്നത് എന്നുള്ളത് സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാന വാക്യം ഇതാ. അവിടെ അവർ ഈ വാക്യത്തെ കോട്ടിക്കളയുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിരിക്കുന്ന ഒരു വസ്തുത. എന്താണത്? അവർ പറയുന്നു, പത്രോസേ നീ പാറയാകുന്നു. ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണെന്ന്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നാൽ നാം വേദപുസ്തകം പരിശോധിക്കാത്ത, ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവരെന്ന് പറയുന്നുവെങ്കിലും തീരെ വേദപുസ്തകം വായിക്കാത്ത ഒരു ജനവിഭാഗമാണ് ക്രിസ്ത്യാനികൾ. അവർക്ക് വേദപുസ്തകം വായിക്കുക, അവർക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കില്ല. അത് പഠിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യമില്ല. പിന്നെയോ സഭകൾ പഠിപ്പിക്കുന്ന ആ പാരമ്പര്യ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കണം. വേദപുസ്തകം മാറ്റിവെക്കും, കൈകൊണ്ട് തൊടാൻ പോലും തയ്യാറാകുകയില്ല. അപ്പോൾ ഇവിടെ നാം പരിശോധിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വേദഭാഗം പരിശോധിക്കണം. അവിടെ എന്താണ് യേശു പറയുന്നത്? നീ പത്രോസാകുന്നു എന്ന, അല്ലാതെ പത്രോസേ നീ പാറയാകുന്നു എന്നല്ല. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ ഏതാണ് ഈ പാറ? ഈ പാറ എന്ന് പറയുന്നത് പത്രോസ് നടത്തിയ ആ ഏറ്റുപറച്ചില. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് വിളിച്ചു പറയുകയാണ്. സധൈര്യം, യാതൊരു സങ്കോചവുമില്ല. അങ്ങനെ പറയുവാനുള്ള വലിയൊരു ധൈര്യം പത്രോസ് കാണിച്ചു. അപ്പോഴാണ് ക്രിസ്തു പറയുന്നത്, നീ പത്രോസാണ്, ഞാൻ ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ നീ നടത്തിയ ഈ ഏറ്റുപറച്ചിലാകുന്ന പാറമേൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ് നീ. അപ്പൊ ക്രിസ്തു തന്റെ സഭയെ പണിയുന്നത് തീർച്ചയായും ഈ അടിസ്ഥാനത്തിന്മേലാ. ഏതാ? ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാ. ഇതിന് പത്രോസ് തന്നെ ഇതിന് സാക്ഷ്യം പറയുന്നുണ്ട്. പത്രോസ് എന്താ പറയുന്നത്? നാം 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം, 1 പത്രോസ് 2-ാം അധ്യായം നാം പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റും. 1 പത്രോസ് 2-ന്റെ
4-ാം വാക്യം ഇങ്ങനെയാ പറയുന്നേ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, ഇപ്പൊ ജീവനുള്ള കല്ലെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് പത്രോസ് തന്നെ ഏറ്റുപറയുകയാണ്. ഇത് പ്രവാചകനിൽ നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ എന്താ പറയുന്നത്? യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, സിയോനിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. വിലയേറിയ ഒരു ശോധന ചെയ്ത മൂലക്കല്ലായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. 118-ാം സങ്കീർത്തനത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യർ തള്ളിയതെങ്കിലും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതെങ്കിലും, അതെ, ദൈവം തന്നെ ഒരു മൂലക്കല്ലായി അവനെ തീർത്തിരിക്കുന്നു എന്ന് നമുക്ക് 118-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കും. ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യം എങ്ങനെയാ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. അപ്പൊ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമാണ്. അപ്പൊ യഹൂദ ജനം തള്ളിക്കളഞ്ഞു ക്രിസ്തുവിനെ. അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അംഗീകരിക്കുവാൻ, അവരുടെ ലോകത്തിന്റെ രക്ഷകനായി വന്ന മിശിഹയാണ് അവൻ എന്നുള്ളത് അംഗീകരിക്കുവാൻ അന്നത്തെ യഹൂദ ജനവും തയ്യാറായില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അപ്പൊ നാം കാണുന്നു, പത്രോസ് പറയുന്നു, യെശയ്യാവ് പറയുന്നു, വീണ്ടും ആര് പറയുന്നു? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഈ കല്ല്, ഈ ദൈവഭവനമാകുന്ന ആ സഭ പണിയപ്പെടുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിന്മേൽ ആണ്. ക്രിസ്തുവാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇത് പത്രോസ് അല്ല എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുക. നാം 1 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്നാ പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും പൗലോസ് വീണ്ടും പറയുക, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുക, അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അപ്പൊ അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ഇങ്ങനെ മറ്റ് അപ്പോസ്തലൻ പത്രോസ് അടക്കമുള്ള എല്ലാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ പാറ ക്രിസ്തുവാണ്, അടിസ്ഥാന ശില ക്രിസ്തുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ക്രൈസ്തവ സഭ ഒന്നടങ്കം പ്രഖ്യാപിക്കുക പത്രോസാണ് സഭയുടെ അടിസ്ഥാനമെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ അസങ്കടകരമായിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന് നമ്മളൊന്ന് ആലോചിച്ച്, ഈ പത്രോസിനെ ക്രൈസ്തവ സഭയുടെ മേലധികാരിയായിട്ടോ അധ്യക്ഷനായിട്ടോ നേതാവായിട്ടോ
അപ്പോസ്തലന്മാർ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഒരിടത്തും വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിൽ അവിടെ ഒരു യെരുശലേമിൽ ചേരുന്ന ഒരു യോഗം, ഒരു കൗൺസിലുണ്ട് നമുക്ക് കാണാം. ആ കൗൺസിലിൽ അധ്യക്ഷനായിരിക്കുന്നത് യാക്കോബ, പത്രോസ് അല്ല. ഇനി റോമർക്ക് എഴുതിയ ലേഖനം, പൗലോസ് എഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായത്തിൽ ഏതാണ്ട് 25ഓളം വിശ്വാസികളുടെ സഹോദരന്മാരുടെ നാമം എടുത്തു പറയുന്നുണ്ട്. അവിടെ ഒരിടത്ത് പോലും പത്രോസിന്റെ നാമം പറയാൻ പൗലോസ് ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും പത്രോസ് ഒരിക്കലും ഒരിടത്ത് പോലും പത്രോസ് അങ്ങനെ ഒരു അനിഷേധ്യ നേതാവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാ ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ക്രൈസ്തവ സഭയിൽ ഇങ്ങനെ ഒരു ആചാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം കടന്നു വന്നത്? അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, റോമാ സഭ. ഇനി റോമാ സഭയുടെ പരമാധികാരി പത്രോസ് ആണെന്ന് എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ആ കാലത്തുണ്ടായിരുന്ന പല സഭകൾ, അനേക ഇടങ്ങളിൽ ഉണ്ടായിരുന്ന സഭകൾ നമുക്കറിയാം. വെളിപാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. 7, എഫേസോസ്, സ്മിർന, പെർഗമോസ്, ഇങ്ങനെ പറഞ്ഞിട്ട് 7 സഭകൾ. അപ്പൊ 7 സ്ഥലങ്ങളിലുള്ള സഭകളാണ്. ഇതുപോലെ തന്നെ റോമയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ സഭ. അവിടെ ആ ജാതീയ റോമാ സാമ്രാജ്യം അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ റോമൻ നഗരത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അവരുടെ ഭരണകേന്ദ്രം റോമയായിരുന്നു. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ റോമയിൽ ഉണ്ടായിരുന്ന ഒരു സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിക്ക് ആണ് ഈ പ്രാധാന്യം സഭ കൽപ്പിച്ചത്. അപ്പൊ അങ്ങനെ അത് കാലക്രമേണ പിന്നീട് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനം സഭ കൊടുക്കുന്നത്. ഇതാ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊന്ന് നോക്കുക. നീ ഈ പറഞ്ഞ വാക്യത്തിലേക്കൊന്ന് വരാം. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? നീ പത്രോസാകുന്നു എന്നാ ക്രിസ്തു പറഞ്ഞത്. പത്രോസ് എന്ന് പറഞ്ഞാൽ പെട്രാസ് എന്നുള്ള ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഒരു പാറ കഷണമെന്ന. അപ്പൊ നീ പെട്രാസ് ആകുന്നു, നീ ഒരു പാറ കഷണമാണ്. ഈ പെട്രാമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. ഇപ്പൊ പത്രോസ് നീ പെട്രാസ് ആകുന്നു, ഈ പെട്രാമേൽ എന്ന് പറഞ്ഞാൽ പെട്ര എന്ന് പറഞ്ഞാൽ പാറയാണ്. പെട്രാസ് എന്ന് പറഞ്ഞാൽ പാറ കഷണമാണ്, ശിലാഖണ്ഡമാണ്. എന്നാൽ ഈ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോ ആ പണിയപ്പെടുമ്പോൾ അതിലെ ഒരു മുഖ്യ കല്ലായി നിന്നെയും ഞാൻ ഉപയോഗിക്കും. അത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. ഇപ്പൊ ഇതാണ് ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രയോഗത്തിന്റെ അർത്ഥഭംഗിയത. അത് മനസ്സിലാക്കാതെ എങ്ങനെയും ഏതു വിധത്തിലും പത്രോസിന് പ്രമുഖ സ്ഥാനം കൊടുത്ത് മാർപ്പാപ്പായുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാന ശിലയാണ് അവനെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ എല്ലാ ദുരുപദേശങ്ങൾക്കും അവിടെ വഴിമരുന്നിടണം. ഇതാണ് സഭ കണ്ടെത്തിയത്. ഇനി അടുത്ത കാര്യം എന്താ? പത്രോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അടുത്തതായി പറയുന്നത്, നീ മത്തായി 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പൊ അതാണ് അടുത്തത്. അപ്പൊ പത്രോസിനാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പത്രോസല്ലേ ഏറ്റവും പ്രമുഖൻ. അപ്പൊ എന്താ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അവിടെ താക്കോൽ എന്നുള്ളത് തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള ഒരു ക്രമീകരണമാണ്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് പത്രോസ് ഈ താക്കോൽ പത്രോസിന് ലഭിച്ച ഈ താക്കോൽ പത്രോസ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പ്രാവശ്യം 2 ഘട്ടങ്ങളിലായി പത്രോസ് ഈ താക്കോൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന ശിഷ്യന്മാരെ അയക്കുമ്പോഴെന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തെവിടെയും പോയി രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കണം. ഇതാണ് പറഞ്ഞത്. അപ്പൊ ലോകത്തെവിടെയും പോയി രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ട് തന്നെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ
ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വലിയ സുവിശേഷവും ആ രാജ്യത്തിലേക്ക് ജനങ്ങളെ പ്രവേശിക്കുവാനുള്ള അവരുടെ ആഹ്വാനവും ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ താക്കോൽ ആദ്യമായി ഉപയോഗിച്ചത് എവിടെയാ? പെന്തക്കോസ് നാളില നമുക്ക് കാണാൻ സാധിക്കും. അതിന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം യേശു അവരോട് പറഞ്ഞു, ഞാൻ ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണമെന്നാ പറഞ്ഞത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തീർച്ചയായും ഇപ്രകാരം അവർ ഉയരത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്കറിയാം, അന്ന് ആദ്യമായി അന്യഭാഷയിൽ അപ്പോസ്തലന്മാർ ജനത്തോട് അവിടെ കൂടി വന്ന ജനസഞ്ചയത്തോട് സംസാരിക്കുക. ഏതാണ്ട് 120 പേരവിടെ ഉണ്ടായിരുന്നു. അവരോട് അന്യഭാഷകളിൽ സംസാരിക്കുകയാണ്. ഇന്നത്തെ അന്യഭാഷ പോലെയല്ല. ഇന്നത്തെ അന്യഭാഷ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ആർക്കും മനസ്സിലാവില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നാൽ ഈ അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അവിടെ കൂടി വന്ന വിവിധ ഭാഷക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. ഒരു ഭാഷാ വിവർത്തനങ്ങളും പരിഭാഷകളും ആവശ്യമില്ലായിരുന്നു. അവർ അത്ഭുതപ്പെട്ടു. നോക്കുക, ഇവരെങ്ങനെയാ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഇവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭാഗം എടുത്ത് വായിക്കാൻ സമയം കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവര് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉള്ളവരായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഇവരെയൊക്കെ നമുക്കറിയാവുന്നവരല്ലേ, ഇവരെല്ലാം അക്ഷരാഭ്യാസമില്ലാത്തവർ, ഇവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നു. ഇപ്പൊ അതാണ് അപ്പോസ്തലന്മാർ അവർക്ക് അന്യമായിരുന്ന ഭാഷയിൽ ആണ് അപ്പോസ്തലന്മാർ സംസാരിച്ചത്. പക്ഷെ അർത്ഥമില്ലാത്ത ഭാഷയല്ല. അത് കേൾക്കുന്നവരിൽ, അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഹിന്ദി അറിയില്ലാത്ത ഒരു വ്യക്തി ഹിന്ദി മാത്രം അറിയുന്ന ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി സംസാരിക്കുന്നത് ഹിന്ദി അറിയുന്ന ആൾക്കാർക്ക് ഹിന്ദിയിലാണ് ഇവർ സംസാരിക്കുന്നത്. തമിഴ് അറിയുന്ന വ്യക്തികൾക്ക് മറ്റൊരു അപ്പോസ്തലൻ സംസാരിക്കുന്ന ഭാഷ തമിഴിലാണ്. അത് തമിഴ് അവിടെ കൂടിയിരിക്കുന്നവരിൽ തമിഴ് അറിയാവുന്നവർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ, അവരുടെ മാതൃഭാഷയിൽ അവർക്കത് വെളിവായി വരും. അവർക്ക് അങ്ങനെയാണ് അവർ കേൾക്കുന്നത്. അങ്ങനെ അവിടെ കൂടിയിരുന്ന ഓരോരോ ഭാഷക്കാരും വിവിധ ഭാഷക്കാരുടേതായ ആ ഭാഷകളിലാണ് അവിടെ അപ്പോസ്തലന്മാർ സംസാരിച്ചത്. അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് ഇത് അന്യഭാഷയാണ്. അവർക്ക് വശമില്ലാത്ത മറ്റൊരു ഭാഷയാണ്. അവരെങ്ങനെ സംസാരിച്ചു? അത് ദൈവത്തിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പൊ അങ്ങനെ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് പത്രോസ് അവരോട് പറയുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 18-ാം വാക്യം 38-ാം വാക്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. നോക്കുക, അപ്പോൾ ബഹുജനങ്ങൾക്കായി ദൈവരാജ്യത്തിന്റെ വാതിൽ അവിടെ തുറന്നു കൊടുത്തു. ഇവിടെയാണ് പത്രോസിന് ലഭിച്ച ആ താക്കോൽ അവൻ ആദ്യമായി ഉപയോഗിക്കുന്നത്. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കും, വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 10-ാം അധ്യായം അതിന്റെ 10-ാം അധ്യായത്തിന്റെ ഏതാനും വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുന്ന ഒരു അനുഭവം. കൊർന്നല്യോസ് ഒരു ജാതീയനായിരുന്നു. അപ്പൊ ഇതുവരെ എന്തായിരുന്നു? യഹൂദന്മാർക്ക് മാത്രമായി മാറ്റിവെക്കപ്പെട്ട ഒരു സമയമുണ്ട്. അവർക്ക് യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യമേ എന്താ പറഞ്ഞത്? നിങ്ങൾ ജാതികളുടെ അടുക്കൽ കടക്കരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്, ജാതികളുടെ അടുക്കൽ പോകരുത്. ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ പോകാനാണ് യേശു ആദ്യം പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ 3.5 വർഷക്കാലത്തെ ജീവിതം അത് ഇസ്രയേലിന് മാത്രമായി മാറ്റിവെച്ചതായിരുന്നു.
എന്നാൽ AD 36 ഇപ്രകാരം ഒരു വിളി പത്രോസിന് ഉണ്ടാകുകയാണ്. അതും വളരെ വിശദമായി അത് വായിക്കണം. 10-ാം അധ്യായം നിങ്ങൾ വായിക്കണം. പത്രോസ് ഒരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ പത്രോസ് എന്താ കാണുന്നത്? ഒരു ആകാശത്തു നിന്നും ഒരു പാത്രം ഇറങ്ങി വരികയാണ്. ആ പാത്രത്തിൽ വിവിധങ്ങളായിരിക്കുന്ന പല ഇനങ്ങളിലുള്ള മൃഗങ്ങൾ ഉണ്ട്, ഇഴജാതികളുണ്ട്. അവയെ അറുത്ത് തിന്നാനാ പറയുന്നത്. അപ്പൊ 3 പ്രാവശ്യമായി ഇങ്ങനെ. അപ്പൊ പത്രോസ് പറഞ്ഞു, ഇത് നിഷിദ്ധമായിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം വിലക്കപ്പെട്ട ജന്തുക്കൾ അതിനകത്തുണ്ട്, അവയെ ഞാൻ ഭക്ഷിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ശുദ്ധീകരിച്ചതിനെ നീ എങ്ങനെ അശുദ്ധമെന്ന് കരുതും എന്നാ പത്രോസിനോട് ചോദിക്കുന്നത്. അതിനുശേഷം കൊർന്നല്യോസിനും ഉണ്ടായി. അതിനു മുമ്പ് തന്നെ ഒരേ സമയത്ത് കൊർന്നല്യോസിനും ഒരു ദർശനം ഉണ്ടാകുന്നു. തോൽക്കൊല്ലനായ ശിമോന്റെ ഭവനത്തിൽ നടക്കുന്നത്. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ പത്രോസിന് കിട്ടിയ ഈ ദർശനത്തിന്റെ പേരിൽ പത്രോസ് ചെല്ലുക കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക്. ആ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുകയും അവനോട് രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ 34 വാക്യം 10-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ എങ്ങനെയാ? അപ്പോൾ പത്രോസ് വായ് തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പൊ ഈ ദർശനത്തിന് ശേഷം പത്രോസിനുണ്ടാകുന്ന അനുഭവമാണ്. എന്നിട്ട് അതിന് 42-ാം വാക്യം പറയുക, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മരിച്ചു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. ഇതാണ് ഇങ്ങനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് ജാതികൾക്കും ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ആ കവാടം, ആ വാതിൽ പത്രോസിൽ കൂടെ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ഇതാണ് പത്രോസിന് ലഭിച്ച ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് പത്രോസിന് നൽകിയ ഈ താക്കോൽ പത്രോസ് ഉപയോഗിച്ചത് ഈ വിധത്തിലാണ്. നീ വീണ്ടും അതിന് താഴെ പറയുകയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. അപ്പൊ നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ഇത് പറഞ്ഞതുകൊണ്ട് പത്രോസിന് മാത്രമായി നൽകിയിരിക്കുന്ന ഒരു അധികാരമല്ല. ഇത് നാം ബാക്കി ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാ ശിഷ്യന്മാരോടും എന്താ പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇത് പത്രോസിനോട് മാത്രം പറയുന്നതല്ല, എല്ലാ ശിഷ്യന്മാരോടും ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നമ്മൾ നോക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 28-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളെ തന്നെയും
താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പൊ ഇത് ഇങ്ങനെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ഉള്ള അവകാശം ആർക്ക് ലഭിച്ചു? എല്ലാ ശിഷ്യന്മാർക്കും ലഭിക്കുന്നതാണ്. അല്ലാതെ ഇത് പത്രോസിന് മാത്രമായി ലഭിച്ച ഒന്നല്ല. ഇനി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നമ്മൾ നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 23 ഇങ്ങനെയാ പറയുന്നത്: ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എല്ലാ ശിഷ്യന്മാർക്കും കൊടുത്തിരിക്കുന്ന ഒരു വലിയ അവകാശമാണ്. അപ്പൊ അവർ ആയിരുന്ന അവരുടെ ജീവിതകാലത്തിൽ ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ജാതികൾക്ക് ഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവരെ ശക്തരാക്കി ദൈവത്തിന്റെ ആത്മാവ് അവരെ നയിച്ചതാണ്. ഇത് പത്രോസിന് മാത്രമായി നൽകപ്പെട്ട ഒന്നല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നാൽ പത്രോസിനോട് പറയുന്ന മറ്റു ചില യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം നോക്കുക. ഈ പത്രോസ് ഇപ്രകാരം സർവാധിപതിയായ ഒരു പത്രോസ് ആയിരുന്നുവെങ്കിൽ ഈ പത്രോസിന്റെ അവസ്ഥ എന്താ? പത്രോസ് ഇത് പറഞ്ഞു, ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാ യെരൂശലേമിൽ. ഇങ്ങനെ വരാനിരിക്കുന്ന തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ, അവരെ അറിയിക്കുമ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് പറഞ്ഞ പത്രോസ്. അപ്പോൾ പത്രോസിനെ എന്താ ക്രിസ്തു സംബോധന ചെയ്തത്? സാത്താനെ, നീ എനിക്കുള്ളതല്ല സംസാരിക്കുന്നത്, നീ പിശാചിന്റെ വകയാ നിന്റെ സംസാരം, നീ സാത്താനെ എന്നെ വിട്ട് പോകാനാ പറഞ്ഞു. അപ്പൊ തൊട്ടു മുമ്പ് പത്രോസിനെ ഇന്നത്തെ സഭകൾ പറയുന്നതനുസരിച്ച് സഭയുടെ അടിസ്ഥാന ശിലയാണെന്ന് ക്രിസ്തു പറഞ്ഞുവെങ്കിൽ അതേ പത്രോസിനെ അടുത്ത നിമിഷം വിളിക്കുന്നത് സാത്താനെ എന്നാ വിളിക്കുന്നത്. അപ്പൊ പത്രോസിന്റെ സ്വഭാവത്തിൽ എന്താ? പത്രോസ് ചാടി വീണു പറഞ്ഞു, നീ അങ്ങനെ ക്രൂശിക്കപ്പെടാൻ പാടില്ല, നിനക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ അവിടെ പറഞ്ഞു, നീ സാത്താൻ പിശാചിനുള്ളതാ നിന്റെ ചിന്തയിൽ കടന്നു വന്നിരിക്കുന്നത്. ഏത് വിധേനയും പിശാച് ആദ്യം മുതൽ തന്റെ ജനനം മുതൽ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ മരണം, ക്രൂശീകരണം അതെങ്ങനെയും തടയണം എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഹെരോദാവിന്റെ കാലം മുതൽ, ക്രിസ്തുവിന്റെ ജനനം മുതൽ എന്തുകൊണ്ട് ഈ വിദ്വാൻമാർ ക്രിസ്തുവിനെ കാണുവാൻ എങ്ങനെ ചെന്നു? ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക്. കിഴക്ക് ക്രിസ്തുവിന്റെ ഒരു രാജശിശുവിന്റെ ജനനം വിളിച്ചറിയിക്കുന്ന ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് ഈ വിദ്വാൻമാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ഇതിന്റെ പിന്നിൽ സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? അപ്പൊ ആ നക്ഷത്രം, അപ്പൊ അവർ അവിടെ കിഴക്ക് കണ്ടതേ ഉള്ളൂ, പിന്നീട് അവർ ആ നക്ഷത്രം കണ്ടിട്ടില്ല. അവർക്ക് ഒരു രാജശിശുവിന്റെ നക്ഷത്രമാണെന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി രാജശിശു ജനിക്കുന്നത് എവിടെയാണ്? രാജകൊട്ടാരത്തിലേ ആകൂ. അവർ നേരെ ഹെരോദാവിന്റെ അടുക്കിലേക്ക് ചെന്നു. ഹെരോദാവിനോട് പറഞ്ഞു, ഇതാ യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്നവൻ എവിടെ? ഞങ്ങൾ അവനെ കാണട്ടെ, നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. ഹെരോദാവ് അന്തം വിട്ടുപോയില്ലേ? അപ്പൊ അങ്ങനെ ഒരു ജനനം അവിടെ നടന്നിട്ടില്ല എന്ന് കണ്ട് ഹെരോദാവ് പറഞ്ഞു. അപ്പം അങ്ങനെ അത്ഭുതപ്പെട്ട്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന വിദ്വാൻമാരുടെ മുമ്പിൽ ഈ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ടോ അത് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ അത് എവിടെ പോയി? അത് ശിശു കിടക്കുന്ന അപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശിശു മറിയയും മാതാവും അമ്മയും ശിശുവും കിടക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ഒരു ഭവനത്തിന്റെ മുമ്പിലാ ചെന്ന്, മുകളിലാണ് ഈ നക്ഷത്രം ചെന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി യേശുവിനെ കാണിച്ചു കൊടുക്കുക ഈ നക്ഷത്രം. 2 കാര്യങ്ങളായി നക്ഷത്രം ചെയ്തത്. ഒന്ന്, ഹെരോദാവിന് അറിയിച്ചു കൊടുത്തു, ഒരു രാജപുത്രൻ, ഒരു രാജശിശു ജനിച്ചിരിക്കുന്നു.
ഇനി അവൻ എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള വഴിയും ഈ നക്ഷത്രം കാണിച്ചു കൊടുത്തു. ഈ നക്ഷത്രത്തിന് സതുദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കിഴക്ക് കണ്ട നക്ഷത്രം ഈ വിദ്വാൻമാരെയും കൊണ്ട് നേരെ ഈ ശിശു കിടക്കുന്നിടത്തേക്ക് പോയാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇവരെ വഴി നടത്തിയത്? അവർക്ക് അതുവരെയും അവർക്ക് ദർശിക്കാൻ ദർശന സാധ്യമല്ലാതിരുന്നത് എന്തുകൊണ്ടാ? അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ഹെരോദാവിനെ അറിയിക്കണം, ഒരു രാജശിശു, യഹൂദന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു, അവനെ കൊന്നുകളയണം. ഇപ്പൊ ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി വളരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, സാത്താൻ ക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ അവന്റെ ജനനം മുതൽ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഈ നക്ഷത്രമാണ് ഇന്ന് നാം ക്രിസ്തുമസ് എന്ന് പറഞ്ഞ ദിനത്തിൽ നക്ഷത്രം തൂക്കിയിട്ട് എല്ലാ വീടുകളിലും ആരാധിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഒരർത്ഥത്തിൽ ഈ നക്ഷത്രം പൈശാചിക ശക്തിയാണ്, മറ്റൊന്നുമല്ല. ക്രിസ്തുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ച അടയാളം കൊടുത്തതാണ്. അതിനെ ഇന്ന് ആരാധിക്കുന്നവരാ ഇന്ന് ക്രിസ്ത്യാനികൾ, അവരോടൊപ്പം സകലരും അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ പത്രോസ് ഇപ്രകാരം പത്രോസിനെ ക്രിസ്തു വിളിച്ചത് സാത്താനെ എന്ന്. അപ്പൊ പത്രോസിന് അവിടെ ഈ പറഞ്ഞ ഒരു പരമാധികാരവും ക്രിസ്തു കൊടുത്തിട്ടില്ല, പത്രോസ് സ്വയം എടുത്തിട്ടുമില്ല. നമ്മൾ നോക്കുക, പത്രോസ് എങ്ങനെയാണ് രക്തസാക്ഷിയായത്. എളിമയുള്ള ആ ശിഷ്യൻ അവനെ ക്രൂശിച്ചാ കൊല്ലുന്നത്. അന്നത്തെ ഭരണാധികാരികൾ, അന്നത്തെ യഹൂദ മേലധികാരികളെല്ലാം ചേർന്ന് പത്രോസിനെ ക്രൂശിക്കുകയാണ്. എങ്ങനെയാ ക്രൂശിച്ചത്? അവനെ തലകീഴായി ആണ് ക്രൂശിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിനെ ക്രൂശിച്ച അതേ ആകൃതിയിലുള്ള ഒരു കുരിശിൽ ആ കുരിശ് സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുകയും പത്രോസ് പറഞ്ഞു, മറ്റൊരു, അതായത് ഒരു ഗുണനചിഹ്നത്തിന്റെ ആകൃതിയിലുള്ള ഒരു ക്രൂശാണ് പത്രോസ് ആഗ്രഹിച്ചത്, തിരഞ്ഞെടുത്തത്. അവരോട് പറഞ്ഞു, എന്റെ നാഥന്റെ അതേ അവസ്ഥയിൽ മരിക്കാനുള്ള അർഹത എനിക്കില്ല. എന്റെ ഗുരു മരിച്ചിനെ കൊന്നതുപോലെ, അവൻ മരിച്ചതുപോലെ മരിക്കാനുള്ള അർഹതയുള്ളവനല്ല ഞാൻ. അതുകൊണ്ട് എന്നെ ക്രൂശിക്കുമ്പോൾ അവന് കൊടുത്ത ക്രൂശല്ല, മറ്റൊരു രൂപത്തിലുള്ള ക്രൂശിൽ നിങ്ങൾ എന്നെ തറയ്ക്കണം എന്ന് അപേക്ഷിച്ചവനാ പത്രോസ്. നോക്കുക, പത്രോസ് എത്ര എത്ര എളിമയുള്ള ഒരു ശിഷ്യനാണ്. അപ്പൊ ആ പത്രോസിനെയാണ് ഇന്നെടുത്ത് എവിടെ സഭയുടെ പരമാധികാരിയായി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ പത്രോസിന് നൽകുന്ന ഈ അധികാരങ്ങളൊന്നും, അവർക്ക് സങ്കല്പിക്കുന്ന ഈ അധികാരങ്ങളൊന്നും ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു പത്രോസിനോട് ചോദിക്കുക, എന്താ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അവരെല്ലാം നിരാശയിലായി. പത്രോസിന്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഞങ്ങളിനി മീൻ പിടിക്കാൻ മടങ്ങിപ്പോവുകയാണ് ഞാൻ എന്ന് പത്രോസ് പറഞ്ഞു. നോക്കുക, അപ്പൊ പത്രോസിന്റെ കൂടെ മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങളും പോരുവാ നിന്റെ പുറകെ. ആ ഒരു സമയത്താണ് ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പത്രോസിനെ പുനരുത്ഥാന ശേഷം അവനോട് ചോദിച്ചു, പത്രോസേ, നീ ഇവയേക്കാൾ, നമ്മുടെ മലയാള വേദപുസ്തകത്തിൽ ഇവരേക്കാൾ എന്നാണ്, ഒരിക്കലുമല്ല, ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. പത്രോസ് മറുപടി പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നാ പറഞ്ഞത്. നോക്കുക, കർത്താവ് ചോദിച്ചത് നീ ഇവയേക്കാൾ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു കാലത്ത് നിന്റെ ജീവിത മാർഗമായി നീ കൊണ്ടു നടന്ന പടകവും വലയും അത് നീ ഉപേക്ഷിച്ചു. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ആഹ്വാനം കേട്ട് അവയെല്ലാം ഉപേക്ഷിച്ച് ആ അരുമനാഥന്റെ ഗുരുവിന്റെ പിന്നാലെ പോയവർ, അവർ വീണ്ടും അതിലേക്ക് തങ്ങളുടെ രാജാവും മിശിഹയുമാണ് എന്ന് വിശ്വസിച്ചവൻ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ സകലതും നഷ്ടപ്പെട്ട ആ നഷ്ടബോധത്താൽ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അവനോട് ക്രിസ്തു ചോദിച്ചു, നീ ഇവയേക്കാൾ, ഈ പടകിനേക്കാളും വലയേക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനെ അതേ നാണയത്തിൽ മറുപടി പറയാൻ സാധിച്ചില്ല. പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ എന്നാ പറഞ്ഞത്. കർത്താവ് വീണ്ടും ചോദിച്ചു, നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോഴും പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്.
ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരിക്കൽ വീണ്ടും കർത്താവ് ചോദിച്ചു. കർത്താവ് ഇതേ വാക്കാ ഉപയോഗിച്ചേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അപ്പൊ പത്രോസ് വീണ്ടും പറഞ്ഞു, കർത്താവെ നീ അറിയുന്നുവല്ലോ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എന്താ ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഇത് അഗപ്പേ. കർത്താവ് ചോദിക്കുന്നത് നിനക്ക് ഇവയേക്കാൾ അധികം എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്ന അഗപ്പേ എന്നൊരു പദമാണ്. ആ അഗപ്പേ എന്ന വാക്കിന് നിഷ്കാമ സ്നേഹം, പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ പത്രോസ് പറഞ്ഞ മറുപടി എന്താ? എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞ ഫീലിയ എന്ന ഒരു വാക്കാണ് പത്രോസ് പറഞ്ഞത്. എന്നിട്ട് അവിടെ ക്രിസ്തു പറഞ്ഞു, ആദ്യം പറഞ്ഞു നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. അടുത്തതിന് പറഞ്ഞു നീ എന്റെ ആടുകളെ പാലിക്ക. മൂന്നാമത്തെ തവണ പറഞ്ഞു നീ എന്റെ ആടുകളെ മേയ്ക്ക. അപ്പൊ കുഞ്ഞാടുകളെ മേയ്ക്കുക ആ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക്, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാഥമിക പാഠങ്ങളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ മക്കൾ, അവർക്ക് ഒരു കുഞ്ഞാടുകളുടെ അവസ്ഥയാണ്. അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്. മേയ്ക്കാൻ ഒരു ഇടയൻ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഭക്ഷണമാണ്. വേണ്ടത്ര ഇലകളാ, പച്ചിലകളും വെള്ളവും ഒക്കെയാ കൊടുക്കുന്നത്. അപ്പൊ എന്റെ കുഞ്ഞാടുകളാ ഇവ പാൽ കുടിക്കേണ്ട പ്രായമാണ്. അപ്പൊ അവരെ നീ മേയ്ക്കണം നല്ല രീതിയിൽ. എന്നിട്ട് അങ്ങനെ മേയ്ക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പത്രോസിന്റെ പേരിലാണ് ഇന്ന് സകല അനാചാരങ്ങളും ക്രിസ്തുവിനെയും അവന്റെ ത്യാഗത്തെയും അവൻ രക്ഷയ്ക്കൊരുക്കിയ മാർഗത്തെയും നിഷ്കരുണം പുറങ്കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് ഇന്ന് അനേകായിരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ക്രൈസ്തവ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് പ്രിയമുള്ളവരെ, എത്ര ദിവസം പറഞ്ഞാലും തീരെയല്ല. അപ്പൊ നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു. രണ്ടാമത്തേതിൽ പറഞ്ഞു എന്റെ ആടുകളെ. അപ്പൊ കുറച്ചുകൂടെ പ്രായമുള്ളവരാണ്. അത് ലാമ്പെന്നും ഷീപ്പെന്നുമാണ് ഇംഗ്ലീഷിൽ വെച്ചിരിക്കുന്നത്. എന്റെ ആടുകളെ പാലിക്ക. അപ്പൊ ആടുകളാവുമ്പോ കുറച്ചുകൂടെ പക്വതയെത്തിയവരാ, അവയെ പാലിക്കണം. പാലിക്കുക എന്ന് പറയുന്നത് മറ്റ് ഹിംസ്ര ജന്തുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കണം. അതാണ് പാലനോ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നു വരും. ഇന്ന് നല്ലേ നാം കാണുന്നത്. നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സഭയിൽ ഈ ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കുവാൻ, യഥാവിധി സംരക്ഷിക്കുവാൻ കഴിയാതെ അവയെ എന്ത് ചെയ്യുന്നു? അവയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. അതാ ആടിന്റെ തോലിട്ട ചെന്നായ്ക്കളാ ഇന്നത്തെ ഇവിടുത്തെ ഈ സഭയുടെ ഉപദേശകന്മാരായിരിക്കുന്ന എല്ലാവരും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നോക്കുക, ശിഷ്യന്മാരെ എന്ത് ചെയ്യണം? അവരെ തെറ്റിച്ചു കളയുവാൻ, വലിച്ചു കളയുവാൻ, തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്നവർ. എത്രയെല്ലാം വിപരീതോപദേശങ്ങളാ! നോക്കുക, രക്ഷയ്ക്ക് മാർഗമെന്താ? കുർബാന വേണം, കുംഭസാരം വേണം, ഇനി ശുദ്ധീകരണ സ്ഥലമുണ്ട്, അവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിരവധിയായിരിക്കുന്ന കർമ്മ മാർഗങ്ങൾ അത് പണം കൊടുത്ത് നേടണം. നിങ്ങൾ നൊവേന ചൊല്ലണം, നിങ്ങൾ കൊന്ത ചൊല്ലണം, നിങ്ങൾ നോയമ്പ് നോൽക്കണം, എത്രയെത്രയോ പെരുന്നാളുകൾ. ഇങ്ങനെ വേണ്ട. നാം നോക്കിയ വിപരീത ഉപദേശത്തിന്റെ ഇന്ന് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ പാപ്പാ മതം, ഇവിടെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ അധികാരികളാണ്. മാർപ്പാപ്പ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി ആ സിംഹാസനത്തിൽ ഇരുന്ന് വാണരുളുന്നവരാണ് എന്നൊക്കെയാണ് ഇവർ പ്രസ്താവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കുക. ഇതല്ലേ വിപരീതോപദേശം എന്ന് പറയുന്നത്? എത്ര കൃത്യമായിട്ടാ ഈ ഒരു പ്രവചനം ഇന്ന് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇന്നത്തെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് എത്രയോ സങ്കടകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ പത്രോസിന്റെ സിംഹാസനത്തിൽ
ആസനസ്ഥരായിരിക്കുന്ന, അതിനെ അടക്കി വാഴുന്ന. പത്രോസിന് എവിടെയാ സിംഹാസനം? നമ്മളൊന്ന് ആലോചിക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ എന്താ പറയുന്നേ? ശിഷ്യന്മാർ അവരോട് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ക്രിസ്തു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ വരുമ്പോൾ നിങ്ങളും പുനർജനനത്തിൽ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. നോക്കുക, നിങ്ങൾ എന്നാ ഒരു സിംഹാസനത്തിൽ കയറും? പത്രോസ് മാത്രമല്ല, 12 പേരും 12 സിംഹാസനങ്ങളിൽ ഇരിക്കും എന്നാ പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു, അവര് വരുമ്പോ ഇരിക്കാൻ സിംഹാസനം ഉണ്ടോ? എല്ലാ സിംഹാസനങ്ങളിലും ഇന്ന് കുത്തി നിറച്ചിരിക്കുക. വിവിധങ്ങളായിരിക്കുന്ന മതങ്ങൾ, സഭകൾ, അവരുടെ മേലധ്യക്ഷന്മാരായി അവർ വാഴ്ത്തുന്ന, സിംഹാസനത്തിൽ ഇരുത്തുന്ന, അങ്ങനെ അവർ പരിശുദ്ധ പിതാവെന്നും തിരുമേനി എന്നും വിളിച്ച് അവർ ആ സിംഹാസനത്തിൽ വാഴ്ത്തി ഇരുത്തുന്നവരെ കൊണ്ട് സിംഹാസനങ്ങളൊക്കെ നിറഞ്ഞുപോയി. ഇപ്പൊ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പുനർജനനത്തിൽ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിൽ മാത്രമേ പത്രോസ് ആയിക്കോട്ടെ മറ്റ് ശിഷ്യന്മാരായിക്കോട്ടെ അവർക്ക് ഒരു സിംഹാസനം, ഒരു അധികാരത്തിന്റെ അവസ്ഥ ഉണ്ടാകുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുക, അപ്പൊ ഇതല്ലേ പറഞ്ഞ പത്രോസിൽ പറഞ്ഞത്, വിപരീതോപദേശം, ഇന്ന് അവർ സിംഹാസനം ഉണ്ട് എന്ന്. അപ്പൊ ആ സിംഹാസനം എവിടെ? അപ്പൊ ഇതാണ് നാം കാണുന്നത്. അപ്പൊ പത്രോസിന്റെ സിംഹാസനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സിംഹാസനവും നമുക്ക് കാണാൻ സാധിക്കയില്ല എന്നുള്ള വലിയൊരു സത്യമാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 20-28 വാക്യമായി ഞാൻ ഇത്ര മുമ്പ് വായിച്ചത്. ഏതാ? നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? നിങ്ങളെ മേൽവിചാരകന്മാർ ആക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ആട്ടിൻകൂട്ടത്തെയും അവരെ മേയ്ക്കണം, സംരക്ഷിക്കണം. അപ്പൊ ആ മേൽവിചാരകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭകൾ കൊടുക്കുന്ന ഒരർത്ഥവുമില്ല. ഈ പത്രോസ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൂപ്പനാ, ഞാൻ നിങ്ങളെ പോലും ഒരു ദാസനാണ് ഞാൻ എന്നാ പത്രോസ് പറഞ്ഞത്. അപ്പൊ ഈ പോപ്പ് അല്ലെങ്കിൽ പാപ്പ എന്നുള്ള പദം, പാപ്പ എന്ന് പറഞ്ഞാൽ പിതാവെന്ന, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു നയാ പൈസയുടെ അർത്ഥം ആ വാക്കുകൾക്ക് കൊടുക്കാത്ത ക്രൈസ്തവർ എന്നിട്ട് അവര് പറയാ ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളാന്ന്. എന്നിട്ട് പരിശുദ്ധ പിതാവ്, വാഴ്ത്തപ്പെട്ട പിതാവ്, ഇതെല്ലാം വിശേഷണം ആയിട്ട് കൊടുക്കുന്നത്. മാർപ്പാപ്പായ്ക്ക് കൊടുത്തിരിക്കുന്ന ആ നാമങ്ങൾ നിങ്ങൾ നോക്കുക, ഏതെല്ലാം വിധത്തിലുള്ള നാമങ്ങളാ മാർപ്പാപ്പായ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പരിശുദ്ധ പിതാവെന്നുള്ളതാ. ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് ക്രിസ്തു പറഞ്ഞ സ്ഥാനത്താ മാർപ്പാപ്പായെ പരിശുദ്ധ പിതാവെന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇനി മറ്റൊരു പേര് ക്രിസ്തുവിന്റെ വികാരി എന്നാ. ക്രിസ്തുവിന്റെ വികാരി നോക്കാം, അല്ലെങ്കിൽ മഹാപുരോഹിതൻ. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനുള്ളപ്പോൾ ആ സ്ഥാനം മറ്റൊരു കേവലം പാപിയായ ഒരു മനുഷ്യന് കൽപ്പിച്ചു കൊടുത്തിരിക്കുക. അവൻ നമ്മുടെ മഹാപുരോഹിതനാണെന്ന്. വീണ്ടും പറയാ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ വഹിക്കുന്നവനാണ് മാർപ്പാപ്പ എന്നാ പറയുന്നത്. വീണ്ടും പൊന്തിഫസ് മാക്സിമസ് എന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ചീഫ് റിലീജിയസ് റൂളർ എന്ന വാക്കിന്റെ അർത്ഥം. പൊന്തിഫസ് മാക്സിമസ്, ചീഫ് റിലീജിയസ് റൂളർ, മുഖ്യ അധികാരി, ഭരണാധികാരി. വീണ്ടും മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം വന്നിരിക്കുന്നത്. നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ പറയാ, പോപ്പ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ആണ് അധ്യക്ഷനായിരിക്കുന്നത്, മഹാപുരോഹിതനായിരിക്കുന്നത്. വീണ്ടും അധികാരം കൊണ്ട് പത്രോസിന്റെ അധികാരമാണ് തനിക്കുള്ളതെന്നും ന്യായാധിപൻ എന്ന നിലയിൽ, സഭയുടെ ന്യായാധിപൻ എന്നുള്ള നിലയിൽ എനിക്ക് ശമൂവേലിന്റെ സ്ഥാനമാണെന്നും അവകാശപ്പെടുന്നവരാ ഇന്നത്തെ പാപ്പാമാർ. വീണ്ടും അധികാരത്തിൽ മറ്റൊരു പേരുകൂടി അവർ എഴുതി ചേർക്കും, മോശയുടെ അധികാരമാണ് എനിക്കുള്ളത് എന്ന്.
ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ മോശയുടെ അധികാരമാണ് എനിക്കുമുള്ളത്. വീണ്ടും പിതാക്കന്മാരുടെ ഗണത്തിൽ പറഞ്ഞാൽ ഞാൻ അബ്രഹാമിന് തുല്യനാണെന്ന് അവർ അവകാശപ്പെടുന്നത്, മാർപ്പാപ്പ അവകാശപ്പെടുന്നത് ഞാൻ അബ്രഹാമിന് തുല്യനാണ്. കൊടുത്തിരിക്കുന്ന പേര് പിതാക്കന്മാരുടെ പിതാവെന്നാണ്. ഹോളി ഫാദർ ഓഫ് ഹോളീസ്, പിതാക്കന്മാരുടെ വിശുദ്ധ പിതാവ്. നോക്ക, വീണ്ടും പറയാം, ദൈവഭവനത്തിന്റെ അധികാരിയാണ്. ഈ സ്ഥാനം കൊണ്ട് ഞാൻ അഹരോനാണ്. മൽക്കീസേദെക്കിന്റെ സ്ഥാനം എന്ന് പറഞ്ഞത് പോരാ. അത് പോരാഞ്ഞിട്ട് മറ്റൊരു പോപ്പ് വന്നപ്പോ പറഞ്ഞു ഞാൻ അഹരോന്റെ ക്രമപ്രകാരമാണെന്ന്. ഇനി ഇടയ ശ്രേഷ്ഠൻ എന്നുള്ള മറ്റൊരു ഏറ്റവും അവമാനകരമായിരിക്കുന്ന പേര്. ഈ ഇടയൻ എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് ഇടയനായിരിക്കുന്നത്? സമയം അതിക്രമിക്കുന്നു. അതുകൂടെ ഇന്ന് പറയണമെന്നായി വിചാരിച്ചിരുന്നത്, പക്ഷെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ജീവനിലേക്ക് എത്താൻ തക്കവണ്ണം നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.